ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, തമിഴിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വൈൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. എന്തായാലും വാങ്ങിച്ചിട്ട് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ഉള്ളിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുമോ നോക്കട്ടെ. പറ്റുവാണെങ്കിൽ ഉള്ളിൽ ഷൂട്ട് ചെയ്ത് സംഭവങ്ങൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ എത്തിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇവിടെ ഇത് ഗ്ലാസിൻ്റെയൊക്കെ സെക്ഷൻ. പിന്നെ നമ്മുടെ ഭരണി സാധനം എന്താ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ വന്നിട്ട് 3 ലിറ്ററിൻ്റെ ആണ്. ബാക്കിൽ വേറെ സാധനം ഇരിക്കുന്നത്, അത് പക്ഷേ വലിയ ലുക്കില്ല. ഇത് തന്നെ പിന്നെ കൊള്ളാം, ഉള്ളതിൽ ഇത് തന്നെ കൊള്ളാം. അപ്പോൾ എന്തായാലും ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് തന്നെ നമുക്കിനി സ്റ്റോർ ചെയ്ത് ഒരു 14 ഡേയ്സ്, നമ്മൾ ഡേയ്സ് കറക്റ്റ് എന്തായാലും പറയാം. 14 ഡേയ്സ് ആയിരിക്കും മിക്കവാറും. 14 ഡേയ്സ് ആണല്ലോ. ഇപ്പോൾ ഒരു 14 ഡേയ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചാൽ. എന്തായാലും ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഷുഗറും വാങ്ങിച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള ബാക്കി സാധനങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം. വൈൻ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ 3 കിലോ ഗ്രേപ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ നമ്മൾ ഒന്ന് തിളപ്പിച്ച് തണുത്ത വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ ആ ഉപ്പിൻ്റെ രസമൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും കഴുകി ഒന്ന് ഈ തണ്ടിൽ നിന്നൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ഞാൻ വീഡിയോ എടുത്തപ്പോഴല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ആ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യേണ്ടതെന്ന്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ എടുത്തിട്ട് നമ്മുടെ ഗ്രേപ്സ് എല്ലാം ഒന്ന് അതിനകത്തിട്ട് തുടച്ച് ക്ലീനാക്കി ഡ്രൈ ആക്കി ഇങ്ങനെ ഒരു ചെറിയൊരു ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കുറച്ച് ഗ്രേപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്, സ്പേസിൻ്റെ ഇത് കാരണം. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഗ്രേപ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് 3 കിലോ ആണ്. പിന്നെ വരുന്നത് ഇവിടെ ഗോതമ്പാണ്. ഗോതമ്പ് നമ്മൾ ഏകദേശം ഒരു 200 ഗ്രാമാണ് നമുക്കിതിൽ ആവശ്യം. നമ്മൾ കടയിൽ ചോദിച്ചാൽ തന്നെ അവർ നമ്മൾ നുറുക്കി കിട്ടുന്ന ഗോതമ്പ് കടയിൽ ചോദിച്ചാൽ തന്നെ അവരെടുത്ത് തരും. അപ്പോൾ ഒരു കുഞ്ഞ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വൈനിന് ആ ഒരു കളർ കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ബീട്രൂട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. പിന്നെ വരുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞങ്ങൾ ഏകദേശം ഒരു 1.5 kg എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ ഒന്ന് പെട്ടെന്ന് നടക്കാൻ വേണ്ടി നല്ല ഫോമി ആയിട്ട് ആഡ് ചെയ്യണം. പിന്നെ വരുന്നത് സ്പൈസസ് ആണ്. സ്പൈസസ് എന്ന് പറയുമ്പോൾ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, ഇതെല്ലാം ഈ ഒരു അളവിൽ നമ്മുടെ 3 കിലോ ഗ്രേപ്സിന് ഈ ഒരു അളവിൽ ആഡ് ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ നേരത്തെ മേടിച്ച ഇതിവിടെ ഇരിപ്പുണ്ട്, ജാർ ഇവിടെ ഇരിപ്പുണ്ട്. സോ ഇതിനകത്തോട്ട് നമുക്ക് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം ഒരു പകുതിയോളം ഗ്രേപ്സ് ഇതിലോട്ട് ഇട്ടിട്ട് പകുതി പഞ്ചസാര ഇട്ട് നമുക്ക് ക്രഷ് ചെയ്തൊന്നും എടുക്കാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി, ക്രഷ് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിനി ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്ന പകുതിയോളം പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേപ്സും ഷുഗറും കൂടെ നമുക്കിനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞങ്ങൾ കൈയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടെ ആഡ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഗ്രേപ്സ് കൂടെ ആഡ് ചെയ്ത് ഷുഗറും എല്ലാം ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ക്രഷാക്കി എടുക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീറ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി സ്പൈസസ് എല്ലാം ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതും ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിനി ഇവിടെ ഈസ്റ്റും ആഡ് ചെയ്തു. ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല പതഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ബീട്രൂട്ട്, നേരത്തെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടായിരുന്നു ഇത്. നമ്മൾ ഇപ്പോൾ അതിനെ ഒന്ന് ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ആ വൈൻ്റെ ഒരു ഫീലും ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ഇതിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലായിട്ട് ഒന്നുകൂടെ അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പ്രിപ്പറേഷൻസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് ഒരു ക്ലോത്ത് എടുത്ത് ജസ്റ്റ് അടച്ച്
ഇത് വെച്ചൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. മൊത്തം നമ്മുടെ പ്രോസസ്സ് ഒരു 14 ദിവസം എടുക്കും. പക്ഷേ നമുക്കിത് 10ാമത്തെ ദിവസം ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിനി നേരെ 10ാമത്തെ ദിവസത്തിന് പോകാം. അങ്ങനെ ഇന്ന് 10ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ വൈനൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഉള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ വൈന് നമുക്ക് ഈ കാണുന്ന ജാറിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ നന്നായിട്ട് ഒരു തോർത്തൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് ഇതിലോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ട് ഇനി ജസ്റ്റ് ഒരു 4 ദിവസം ഇതിൽ ഒരു പ്ലേസിൽ നമുക്ക് അനക്കാതെ വെച്ചേക്കണം. അപ്പോൾ ഇതാണ് ഇനിയുള്ള സംഭവങ്ങൾ. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. അതായത് എന്നും നമ്മൾ ഈ വൈന് 10 ദിവസം വെച്ചിരിക്കുമ്പോൾ എന്നും ഒരേ ടൈമിൽ തന്നെ ഇതൊരു ഡ്രൈ ആയിട്ടുള്ള സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ച് നമ്മളൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. ഇളക്കിയിട്ട് തിരിച്ച് നേരത്തെ പോലെ തന്നെ കെട്ടി ഇതേപോലെ മൂടി വെക്കണം. അപ്പോൾ ഇത് നമ്മൾ എന്നും ചെയ്യണം, അത് മറക്കരുത്. അപ്പോൾ ഞാനൊരു ടവൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടവൽ ഇതിലോട്ട് വെച്ചിട്ട് ഈ വൈന് മൊത്തം ഇതിലോട്ടൊന്ന് അരിച്ചൊഴിക്കണം. അപ്പോൾ നമുക്കിനി കുറച്ചായിട്ട് ഇത് ഒഴിച്ച് ഷിഫ്റ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ചായി കഴിയുമ്പോൾ നമ്മളെടുത്തൊന്ന് പിഴിഞ്ഞ് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം ഇവിടെ അടിഞ്ഞിരിക്കും. നമുക്കിനി കുറച്ച് പിഴിഞ്ഞ് നോക്കാം. വൈന് മൊത്തം നമുക്ക് എടുക്കണം, ഒന്നും കളയാൻ പാടില്ല. നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വേണം ചെയ്യാൻ. ഒറിജിനൽ കളറ് നമ്മുടെ ക്യാമറ മുകളിലൊന്ന് കാണിക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ആ ഗ്ലാസ് വഴി കാണുമ്പോൾ അത്ര അറിയാൻ പറ്റുന്നില്ല. നമുക്കെന്തായാലും ഇത് എല്ലാം ആയതിനു ശേഷം 14 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് അടിപൊളിയായിട്ട് ഗ്ലാസ്സിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വൈനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള ടവൽ ഉപയോഗിച്ചാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇത് അരിച്ചെടുത്ത് നമ്മൾ ഈ ജാറിനകത്ത് ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു തുണിയെടുത്ത് ഇത് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു കെട്ടുകൂടെ കെട്ടുക. ഇങ്ങനെ ഇത് നമുക്ക് ഒരു 4 ഡേയ്സ് വെച്ചിരിക്കണം. അതായത് അനക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഇത് 4 ഡേയ്സ് നമുക്ക് വെച്ചിരിക്കണം. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സെഡിമെൻറ്റ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് അടിയിലടിഞ്ഞ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 ദിവസം വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അനക്കാതെ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് ഒഴിവാക്കിയുള്ള ഏരിയയിൽ നമ്മൾ വെച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് ഫൈനൽ ഡേയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫൈനൽ ഡേയിലേക്ക് പോകാം. ഇന്നിപ്പോൾ 14ാമത്തെ ദിവസമായിട്ടുണ്ട്. വൈൻ ടേസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ്. നമ്മൾ 14 ദിവസം കാത്തിരുന്നു വൈൻ ചെയ്യാനായിട്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ്. പിന്നെ ഇതിലിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, 2 ലെയർ ആയിട്ടുണ്ട് സംഭവം. അതായത് മേളിലുള്ള പ്യുവർ വൈനും താഴെ കാണുന്ന ഭാഗം അതിൻ്റെ ലാസ്റ്റ് അടിഞ്ഞു കൂടിയിരിക്കുന്നതാണ്. അപ്പോൾ മേളിലോട്ടുള്ളതാണ് പ്യുവർ വൈൻ. അപ്പോൾ അത് നമ്മളൊന്ന് കറക്റ്റ് അളവ് നോക്കാനായിട്ട് പണ്ട് നമ്മളൊരു സ്വീറ്റ് റെഡ് വൈൻ ഫോറിൻ എന്ന ചേട്ടൻ കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു. ഇത് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ബോട്ടിൽ തന്നെ എടുത്തിട്ടുണ്ട്, വേറെ അധികം ബോട്ടിലില്ല. അപ്പോൾ ഇത് വെച്ച് ഞങ്ങൾ അളന്ന് നോക്കിയിട്ട് കറക്റ്റ് 3 കിലോ ഗ്രേപ്സിന് എത്രയാണ് കറക്റ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഫൈനൽ ടേസ്റ്റ് ചെയ്തും എങ്ങനെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 14 ദിവസമായിരുന്നു വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടിയ സംഭവമാണ്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക് ചാനൽ. കിടിലൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ അല്ല നമ്മൾ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് വൈനിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫൈനലി ഞങ്ങൾ മിക്സർ ചെയ്തെടുത്ത് കറക്റ്റ് ഒരു 2.25 ലിറ്റർ വൈന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 3 kg ഗ്രേപ്സ് ആയിരുന്നു ഞങ്ങൾ മേടിച്ചത്. അതിൽ 2.25 കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇത്രയായിരുന്നു കറക്റ്റ് സെഡിമെൻറ്റ്സ് ആയിട്ട് വന്നത്. ഇത് ഓൾമോസ്റ്റ് 4 ദിവസം ഞങ്ങൾ വെച്ചിട്ടായിരുന്നു ഇത്ര സെഡിമെൻറ്റ്സ് കിട്ടിയത്. പിന്നെ ഇതിൽ രണ്ടിലുമാണ് കറക്റ്റ് എന്ന് കാണിച്ചു കൊടുത്തത് പ്യുവർ ഫോം ഓഫ് വൈന് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി എന്തായാലും അടുത്ത നേരെ ടേസ്റ്റിംഗിലേക്ക് പോകും. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും സിറ്റ് ബാക്ക് ആൻഡ് കണ്ടു നോക്കുക. ഓക്കെ.
അപ്പോൾ അങ്ങനെ നമ്മൾ വൈനൊക്കെ ഒഴിച്ച് അടിപൊളി ഒരു ഗ്ലാസ്സിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം, ആ ഒരു റെഡ് വൈൻ്റെ അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കണം നല്ല അടിപൊളി കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിച്ച് ടേസ്റ്റ് നോക്കാം. കുടിച്ച് നോക്കാം. ചിയേഴ്സ്. സംഭവം കിടിലം, നല്ല സ്വീറ്റ്നെസ് ഉണ്ട്. നമ്മളിതൊരു സ്വീറ്റ് വൈൻ എന്നുള്ളൊരു രൂപത്തിലാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്ര അധികം ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നല്ല സ്വീറ്റ്നെസ് ഉണ്ട് സംഭവം. പിന്നെ കുറച്ചൊരു റിച്ച് ഫീലുണ്ട് സാധനം. അരോമയൊക്കെ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മേ ബി ആ പട്ട, ഗ്രാമ്പു അതൊക്കെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നല്ലൊരു ഫ്രഷ്നെസ് ഉള്ളൊരു അരോമയാണ് കിട്ടുന്നത്. എന്തായാലും വീട്ടിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കിടിലം, എളുപ്പമാണ് ചെയ്യാനായിട്ട്. കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. ഞങ്ങളിപ്പോൾ കറക്റ്റ് 14 days വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്രയ്ക്കൊരു അടിപൊളി സാധനം കിട്ടിയത്. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ ഒത്തിരി പൈസ ചിലവാക്കി മേടിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ, അതും അതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒരു 14 days കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.